സ്വർഗം കിട്ടാനുള്ള കവാടം മലർക്കെ തുറന്നു കിടക്കാൻ, മലർക്കെ തുറന്നു കിടക്കാൻ. ഓ ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒരു നന്മ തുടങ്ങൂ മക്കളെ, ഒരു നന്മ കൊണ്ട് തുടങ്ങൂ. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുണ്ട്, 1666 ആയത്തുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഞമ്മക്ക് മഴസറി ചെല്ലുമ്പോൾ ഇന്ന സൂറത്തിനെ രക്ഷപ്പെടുത്തുമെന്ന് പറയാൻ ഒരു സൂറത്ത് നമ്മളെ കയ്യിലുണ്ട്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ ഭയങ്കര ഖുർആന്റെ ആൾക്കാരാണ്. ആദ്യം തന്നെ ചൂടില്ലാതെയാണോ? ഇതിൽ ചൂടുള്ളതുണ്ടോ? ആയിരിക്കണോ ചോദിച്ചത്? അള്ളാഹു ഖൈർ തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ആഖിറത്തിനെ പറ്റി നമ്മളെത്തി ചിന്ത വേണം. എങ്ങനെയാണ് ചിന്ത വേണ്ടത്? ദുനിയാവിൽ അള്ളാഹിന്റെ അടിമകൾക്ക് ഖൈർ ചെയ്തു കൊടുക്കണം, അതാണ് ചിന്ത. നിങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബുക്ക് തരും. ആദ്യം പോണവര് പോയാൽ അവർക്ക് ബുക്ക് കിട്ടൂല. അത് ഓരോന്നും അത് പൂർത്തിയാകുമ്പോഴാണ് കിട്ടുന്നത്, അല്ലേ? അത്തയ്യാത്തിൽ ഒതു മുറിഞ്ഞ് നീച്ചു പോയാൽ വീണ്ടും ഒതെടുത്ത് കരിച്ചിട്ടുണ്ടെന്നല്ലാതെ ഓൻ പോയി ഓന് നിസ്കാരം കിട്ടും. മൂപ്പര് പറഞ്ഞത് കുറച്ച് ആൾക്കാർ പോകുന്നു, പോയവർക്ക് പോയി എന്നല്ല. ഇതൊക്കെ കൊടുക്കണൊരു നേരമുണ്ട്, അപ്പോൾ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈർ തരട്ടെ. ഈ നേരം പോൾക്കോളൊന്നും ഇവിടെ പരിപാടിയില്ല. ആകെ ഈ പരിപാടി 2 മണിക്കൂറാണ്. നിങ്ങളാകെ ഇന്നൊരിക്കാണ്. ഇപ്പം എത്ര ദിവസമായി ഇവിടെ വേലുണ്ടായിട്ട്? എത്ര കൊല്ലായി? ഈ കൊല്ലത്തിലുണ്ടായിക്കണം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം കുറച്ച് നേരമാണ് ഉറക്കം വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും സിദ്ദീഖ് തങ്ങളെ മുമ്പിൽ സ്വർഗം കിട്ടുമെങ്കിൽ തിരക്കൂടിക്കാണ് കടക്കാനാ പൂതി. ഒരു സംഗതി ചെയ്യാൻ ആരോട്ടില്ല ഞാൻ പറ്റും. നിങ്ങളല്ലോ ഞാൻ പറഞ്ഞത്. ഇത് നല്ല അച്ചടക്കത്തിലിരിക്കുന്ന സഭ. അള്ളാഹു റഹ്മത്ത് ചെയ്യണം, അള്ളാഹു ബർക്കത്ത് ചെയ്യണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാളെ ആഖിറമാകുന്ന ലോകത്തേക്ക് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒന്ന് നമ്മളെ കൈ പിടിക്കാനുണ്ടാവണം, ആരെങ്കിലും ഒന്ന് നമ്മളെ കൈ പിടിക്കാനുണ്ടാവണം. അള്ളാഹു റബ്ബി വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഓർത്തു നോക്കിയും പഴയ കാലത്തെ പോലെ നമുക്ക് ഒരുപാട് സുജൂദ് കടന്നിട്ട് സ്വർഗം വാങ്ങാൻ നമ്മളെ മനസ്സ് പറ്റണതല്ല. നമ്മൾ കഴിച്ച ഭക്ഷണവും അതിന് പറ്റൂല. فاصبر نفسك مع الذين يدعون ربهم بالغدو فاصبر نفسك مع الذين يدعون ربهم. ല്ലേ? അള്ളാഹിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിക്കൊടുക്കുന്ന ആയിരങ്ങളുണ്ട്. അവരെ കൂടെ ക്ഷമിച്ചിരുന്നിട്ട് ഇവിടെ കുഞ്ഞുമോ പൈസന്റെ കാലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദിക്റിനെ പറ്റി പഠിച്ചു ഞാൻ. ഏതായിരുന്നു ദിക്ർ? PTA കമ്മിറ്റിക്ക് ആളെടുത്ത മാതിരിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് ജനറൽ ബോഡി വിളിച്ചുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അടിച്ചു, ഞാനിപ്പോൾ ഏതൊക്കെ ഇനിയിപ്പോൾ എന്തിനെടുത്തിന്? ചില മഹല്ല് കമ്മിറ്റിക്കൊക്കെ ആളെടുത്താലേ ഒരു കൊല്ലം കഴിഞ്ഞ് ജനറൽ ബോഡി ഓടുമ്പോൾ ഞാൻ മഹല്ല് കമ്മിറ്റിയിൽ ആരെയും അപ്പോഴാണ് എന്ന മാതിരി. കാരണം എന്തുകൊണ്ട്? ഇന്നാളൊരു ചെറുപ്പക്കാരൻ കുട്ടി കഴിഞ്ഞ നോമ്പിന് ഒരു ചെറുപ്പക്കാരൻ കുട്ടിനെ അങ്ങനെ 30 ദിവസം മുസാഫെടുത്തിട്ട് അതവിടെ വെച്ച് വേറൊരു മുസാഫെടുത്ത്, അത് വെച്ച് വേറൊരു മുസാഫെടുത്ത്. അപ്പോൾ ഒരു കാരനോട് ചോദിച്ചു, എന്താ കുട്ടിയെ ഞാൻ നോക്കണോ ചോദിച്ചു. ഇപ്പോഴത്തെ മുസാഫിർ കുൽവല്ലാവൊന്നുമില്ലേ. അപ്പം അത്രയും കാലയക്കണത് എടുത്തു നോക്കിയിട്ട് എന്ന മാതിരി കുഞ്ഞുമോ പൈസ ഇവിടെ സ്ഥാപിച്ചവർ ദിക്ർ ഇവിടെ കുറേ കാലം നിലനിൽക്കണേ. അന്ന് കൂട്ടിനെ കെട്ടിച്ചാൻ കുടുങ്ങിയ ആള് ആ ദിക്റിൽ വന്ന് ദ്വാർന്നിട്ട് അള്ളാ അതിൻ്റെ വഴിയുണ്ടായി. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടായ ആള് ആ ദിക്റിൽ വന്നിട്ട് ദുആ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സുഖേട് മാറി. പഴമക്കാർക്ക് പലതും പറയാനുണ്ട്. ആ ദിക്ർ എത്രയും യാ ഹയ്യു യാ ഖയ്യൂം എത്ര വട്ടം? 500 വട്ടം. യാ ഹയ്യു യാ ഖയ്യൂം എത്ര? 500. ശരി, അന്നത്തെ കാലത്ത് 500 ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 500 നിൽക്കണ്ട, 101 ചൊല്ലിക്കൂടെ? 101 ചൊല്ലിക്കൂടെ? ഇല്ല, 101 വന്ന് വിട്ടുക്കണ വെച്ചോ, 33 ചൊല്ലിക്കൂടെ? നമ്മൾ അന്ന് എല്ലാം കൂടിയിട്ട് 1000 ചെല്ലിനെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു 313 ആക്കിയിട്ട് മറ്റതൊരു 33, ഇതൊരു 40, മറ്റേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 നിലനിർത്തിയില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓ സഹോദരിമാർ, നാട്ടുകാരെ, ഓ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ നാട്ടിൽ ആ ദിക്റുകളൊക്കെ കൊണ്ട് ഉണ്ടായിരുന്ന നേട്ടം അന്നത്തെ കാലത്തെ ആളുകളോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ അള്ളാന്റെ കൂടെ നിൽക്കാണോ? അള്ള നമ്മളൊപ്പം നിൽക്കും.
പാകിസ്ഥാനിക്ക് പോകേണ്ടി വരുന്നത് പേടിച്ചിങ്ങാണ്ട് എന്നാ പിന്നെ അത് പോകാല്ലേ. ഓൻ്റെ വിചാരം വിമാനം വരും കൊണ്ടുപോകാന്നാ. നമുക്കൊരു അള്ളാഹു ഉണ്ട്. ഇരുട്ടിലും വെളിച്ചത്തിലും അള്ളാ, സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാ, വെന്റിലേറ്ററിലും ICUവിലും അള്ളാ, മണിയറയിലും പട്ടുമെത്തയിലും അള്ളാ, കടലിലും കരയിലും അള്ളാ, ട്രെയിനിലും ഫ്ലൈറ്റിലും അള്ളാ. ആ അള്ളാഹുവിനെ നമ്മൾ നെഞ്ചേറ്റണം. അള്ളാഹുവിനെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കണം. ഈ നാടിൻ്റെ ഒരു പരിധി, ആ പരിധിയിൽപ്പെട്ട പ്രദേശത്ത് ഒരാൾക്ക് പട്ടിണി ഉണ്ടാകാൻ പാടില്ല, ഒരാൾക്ക് രോഗത്തിന് ചികിത്സിക്കാൻ മരുന്ന് കിട്ടാതെ വിഷമിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നാട്ടിലാരെങ്കിലും ഓർക്കണം, വികലാംഗരായ ആളുകളുണ്ടോ, കണ്ണു കാണാത്ത ആളുകളുണ്ടോ, ചെറുപ്പക്കാർ മക്കളെ ഗവൺമെന്റുകളിൽ നിന്ന് ഇഷ്ടം പോലെ പലവിധ സഹായങ്ങളും മനുഷ്യാവകാശത്തിന്റെ ഭാഗമായി ഉണ്ട്. ഇവിടെയുള്ള വിദ്യാഭ്യാസപരമായിരിക്കുന്ന കുട്ടികൾ ഉണരണം. നമ്മുടെ നാട്ടിൽ സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കേണ്ട ആളുകൾക്ക് അത് ലഭിച്ചിരിക്കണം. അത് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ മുൻപന്തിയിൽ നിൽക്കണം. നമ്മളെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉണ്ടാകും. വെറുതെ വേറെ ലോകം, അത് വേറെ വിഷയമാണ്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കണില്ല. നമ്മുടെ നാട്ടിന്, നമ്മുടെ പ്രദേശത്തിന് നമ്മളൊക്കെ ഒന്ന് മുന്നോട്ട് വന്നുകൊണ്ട് അറിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, കാര്യബോധമുള്ളവർ. പക്ഷെ എന്താണ് ചെറുപ്പക്കാരെ, നാട്ടിലുണ്ട് പ്രായമുള്ള നമ്മുടെ മുതിർന്ന തലമുറ. ആ മുതിർന്ന തലമുറയുടെ ഒരു ആശീർവാദം, ഒരു അംഗീകാരം, അതൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി എന്ത് സേവനം ചെയ്താലും അല്ലാഹു റബ്ബി സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ലോകം കണ്ട പരിഷ്കർത്താക്കളിൽ വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്തിയിരിക്കുന്ന മഹാനാ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. ആ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ രാജ്യത്ത് കാണിച്ചിരിക്കുന്ന വിപ്ലവങ്ങൾ വായിച്ചു നോക്കൂ. എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ലോകത്തെ മൃഗാശുപത്രി തുടങ്ങിയത് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളാണ്. മൃഗങ്ങൾക്ക് ചികിത്സ, മൃഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഭരണപ്രദേശത്ത് ഒരു 25 ഏക്കർ സ്ഥലം ഒന്നായിട്ട് മൃഗങ്ങൾക്ക് സ്വൈരമായിട്ട് മേഞ്ഞു നടക്കാൻ, അവിടെ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തടാകം, അവർക്ക് കുളിക്കാനുള്ള വെള്ളത്തടാകം. അല്ലാഹു റബ്ബി, ആ മൃഗങ്ങളിൽ നിന്ന് രോഗം വന്നാൽ അവർക്ക് ചികിത്സിക്കാൻ ആദ്യമായിട്ട് മൃഗാശുപത്രി തുടങ്ങിയതാരാണ്? സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളാണ്. മൃഗങ്ങൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാൻ, മിണ്ടാപ്രാണികളെ പരിപാലിച്ചാൽ അല്ലാഹു തആല സ്വർഗം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷികൾക്ക് വേണ്ടി ഹോസ്പിറ്റലും ചികിത്സയും തുടങ്ങിയതാരാ? ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളാണ്. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ ഭരണപ്രദേശത്ത് ഒരു 50 ഏക്കർ സ്ഥലം അത് പക്ഷികൾക്ക് മാത്രമാണ്. അത് പക്ഷികൾക്ക് മാത്രമാണ്. വിവിധ തരം പക്ഷികൾ അവിടെ വരും. ആ പക്ഷികൾക്ക് ഇരിക്കാൻ, ആ പക്ഷികൾക്ക് കുളിക്കാൻ, ആ പക്ഷികൾക്ക് കുടിക്കാൻ. അല്ലാഹു റബ്ബി, റിഫായി ശേഖ് തങ്ങളെ നാട്ടിൽ പോയി നോക്കി. നമ്മൾ അവിടെ സിയാറത്തിന് പോയി. റിഫായി ശേഖ് തങ്ങൾ 66 വർഷമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ? ഹിജ്റ 512 ജനിച്ച മഹാനവർകൾ 66 വയസ്സ് ജീവിച്ചു. ഇറാഖിൽ തന്നെ വഫാത്തായി. മൂപ്പര മക്കാം സിയാറത്തിന് എന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ചുമരുണ്ട്, മതില്. ആ മതിലുമലൊക്കെ ഇങ്ങനെ പിന്നെ തൂണുമല് വെള്ളത്തിന്റെ പാത്രം ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട്. എന്താ? അത് റിഫായി ശേഖ് തങ്ങൾ വെച്ചതാ. അതിന്റെ പാരമ്പര്യമാണിത്. എന്താ? ആകാശത്തെ തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി മുകൾ ഭാഗത്ത് വെച്ച് ദാഹിച്ചാൽ ആ പക്ഷിക്ക് താഴെ നോക്കുമ്പോൾ കുടിക്കാൻ വെള്ളം കാണണം. പക്ഷികൾക്ക് വെള്ളം കൊടുത്തു റിഫായി ശേഖ് തങ്ങൾ. ആ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ ഭരണപ്രദേശത്ത് പക്ഷികൾക്ക് വേണ്ടി മാത്രം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു തആല സ്വർഗം തരാൻ. ഇതിനിടയ്ക്ക് നമ്മൾ SYSന്റെ കുട്ടികൾ കണ്ടിരിക്കണേ, പക്ഷിയൊക്കെ വെള്ളം കുടിക്കാൻ എന്തേ ഒരു പരിപാടി ഉണ്ട്. ഒരു ബക്കറ്റൊക്കെ വെച്ചിങ്ങാണ്ട് മരക്കൊമ്പത്ത് തൂക്കിയിട്ടില്ല. അത് അന്ന് തന്നെ കണ്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില രാഷ്ട്രീയക്കാർ പോയിങ്ങാണ്ട് ഒരു കൂട്ടിനെ, ആദിവാസി കൂട്ടിനെ എടുത്തുങ്ങാണ്ട് ഒപ്പം ചോറ് കൊടുക്കണമൊക്കെ കാണും. അത് അന്ന് തന്നെ കൊടുക്കുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അതൊക്കെ ഒരു അഭിനയ പരിപാടികളാണ്. രാഷ്ട്രീയത്തിൽ പിന്നെ അതൊക്കെ ചേരും. നമ്മൾ ആലോചിക്കണം, കരളുള്ള ഏത് ജീവിയും, തമ്മാടിത്തം ചെയ്തിരിക്കുന്ന വ്യഭിചാരിക്ക്, നായക്ക് വെള്ളം കൊടുത്തതിന് പേര് സ്വർഗം കൊടുത്ത കാരുണ്യവാനാണ് അല്ലാഹു തആല. കരുണക്കടലാണ് അല്ലാഹു തആല. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ നാടിന് വേണ്ടി ഒന്നിക്കണം, നമ്മുടെ നാടിന് വേണ്ടി കൂട്ടമായി നിൽക്കണം. മുസ്ലിം ജമാഅത്തിലൂടെ, SYSലൂടെ, SSFലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാതൃകകളുണ്ട്. നാം ജനിച്ചിരിക്കുന്ന മണ്ണ്, ഈ മണ്ണിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായി
ഒരു വർഷത്തിൽ നമുക്കൊരു പദ്ധതി, ആ പദ്ധതി അനുസരിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി ഉയർന്ന് പഠിക്കാൻ ഫീസ് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് ഡോക്ടറാകാനുള്ള കഴിവുണ്ട്, ആ കുട്ടിക്ക് ഒരു IAS ആകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ പാവപ്പെട്ട കുട്ടി നല്ല A+ ആണ്, പഠിക്കാൻ പണമില്ല. നാട്ടിലെ ചെറുപ്പക്കാരെ സംഘടിക്കൂ, ആ കുട്ടിക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കൂ, വെറുതെ കൊടുക്കണ്ട. ആ കുട്ടിയുമായിട്ടൊരു കരാറ് പത്രം എഗ്രിമെന്റ് ചെയ്തു. നമ്മളൊരു സർക്കാർ അംഗീകരിക്കുന്ന രീതിയിൽ ഒരു 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് ആ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടിക്ക് നമ്മൾ എഗ്രിമെന്റ് ചെയ്തു. എന്താണ്? അവനൊരു IAS പാസ്സായി ജോലിയിൽ കയറിയ ശേഷം നമ്മൾ അവന് വേണ്ടി 5 ലക്ഷം മുടക്കിയാൽ അവന്റെ ശമ്പളം കിട്ടാൻ തുടങ്ങുമ്പോൾ ആ 5 ലക്ഷത്തിൽ നിന്ന് മാസത്തിൽ 10,000 രൂപ വെച്ചുകൊണ്ട് അത് തിരിച്ചു തരും. നിങ്ങൾ വ്യവസ്ഥ വെച്ചോളൂ. എന്നാലും നമ്മുടെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരു IAS കാരനുണ്ടാവട്ടെ, നമ്മുടെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ IAS കാരനുണ്ട്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് മലപ്പുറം ജില്ലക്ക് ഒരു കലക്ടർ ഉണ്ടാവട്ടെ. ലോകത്തെ 200 ചില്ലാനും രാജ്യങ്ങളുമായി ഇന്ത്യ രാജ്യത്ത് ആഭ്യന്തര ബന്ധങ്ങളുണ്ട്. ആ ബന്ധം വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് 200 രാജ്യങ്ങളിൽ അംബാസഡർമാരുണ്ട്, അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർമാരുണ്ട്. ഹൈക്കമ്മീഷണറും അംബാസഡറും ഉണ്ട്. 200 രാജ്യങ്ങളിൽ ഉണ്ടായിട്ട് ഒരൊറ്റൊന്നും മുസ്ലിമില്ല. എന്തേ IFSC പാസ്സാകുന്ന അത്രത്തേക്ക് ഉയർന്ന് പഠിക്കാൻ നമ്മുടെ കുടുംബത്തിൽ ആളുകൾ തയ്യാറാകുന്നില്ല. IAS-ഉം IPS-ഉം IFS-ഉം ഒക്കെയാണ് ഏറ്റവും വലിയ ഡിഗ്രി. നമ്മുടെ നാട്ടിൽ +2 കിട്ടിയിരിക്കുന്ന, എല്ലാറ്റിലും A+ കിട്ടിയിരിക്കുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. പക്ഷേ അവരെവിടെ വെച്ച് വഴിമുടങ്ങി? നാട്ടിലെ ചെറുപ്പക്കാരെ, 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ഇന്നതൊക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നു ക്യാരം ബോർഡ് കളിക്കാൻ, അല്ലേ? നിങ്ങൾ കളിച്ചില്ലേ? നന്നായി. അതൊക്കെ ഒന്ന് കളിച്ചാണ്ട് ചെറുപ്പത്തിൽ കളിച്ചാതെ പിന്നെ മുഷാഫറിൽ പോയിട്ടാ കളിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാരം ബോർഡ് ഇങ്ങനെ ബേസും കോൺസും ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് നേരം കളയും. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ ഏതിലാണ്? ഇപ്പൊക്കെ മൊബൈലിലാണ്. മൊബൈൽ ഒരു മുന്തിയ സാധനമാണ്. മൊബൈൽ, നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഒപ്പം ഒരു കൂട്ടുകാരനുള്ള മാതിരിയാണ്, അല്ലേ? അത്ര ഒരു നല്ല സാധനമാണ്. പക്ഷേ ദുരുപയോഗം, ആത്മഹത്യ പെരുകുന്നു. എന്തുകൊണ്ട്? ഈ മൊബൈൽ പോലത്തെ ആധുനിക ഉപകരണങ്ങളിലെ അമിത ഉപയോഗമുള്ള ആളുകൾക്ക് ആത്മഹത്യാ മരണത്തിലേക്കുള്ള വാസന വർദ്ധിക്കുകയാണ്. അരീക്കോട്ടുകാരൻ ചെറുപ്പക്കാരനായ കുട്ടിയല്ലേ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത്? എന്തേനു അതിന്റെ പേര്? അബു അരീക്കോട്. എത്ര ചെറുപ്പക്കാരനാണ്, എത്ര നല്ല ഗ്ലോബറാണ്. എന്തേവോ ആത്മഹത്യ ചെയ്താൻ കാരണം അല്ലാഹു. ഗവേഷക പണ്ഡിതന്മാര് പറയുന്നു, ഈ മൊബൈൽ എന്ന സാധനം ഇത് ഒരു വല്ലാത്ത മുതലാണ്. ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ ബൈക്കുമ്മ പോകാണ്, അത് കണ്ട് പെണ്ണുങ്ങളും ഓരോ സ്കൂട്ടിമ്മ പോവുക. എങ്ങനെ? ബൈക്കുമ്മ പോകുമ്പം വെക്കണ തൊപ്പിണ്ടല്ലോ, എന്തായാലും പറയാം, ഓൻ്റെ തൊപ്പിയാന്നാ ഓൻ വിചാരിച്ചത്. ഹെൽമെറ്റ് ബസ്റ്റ്. എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ ഉയർത്തി പഠിപ്പിച്ചിനി. അപ്പോൾ നല്ല കുട്ടികൾ പ്രതികരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ മക്കളൊക്കെ എന്താകും? അപ്പാത്തിന് കുട്ടികൾ പടച്ചോൻ എൻ്റെ കുട്ടിക്ക് ചെയ്ത്താൻ്റെ ഉപദ്രവമാണ് അറിയാൻ നിൽക്കണ്ട, പ്രതികരിക്കണ കാലാണ് ഇപ്പോഴത്തെ കുട്ടികൾ. എൻ്റെ ഒരു മോളും കുട്ടിയുണ്ട് ദുബായിൽ. ഞാൻ നാളെ ഓനോട് ചോദിച്ചു, മോനെ ഫുഡ് കഴിച്ചു ചോദിച്ചു. ഓൻ ചെവിയിൽ വന്ന് കണ്ടു, ഇപ്പം ഫുഡ് എന്ന് പറഞ്ഞാൽ മതി, ഫുഡ് എന്ന് പറയണ്ട. അതാണ് കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രതികരിക്കും. അതിന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ആണായാലും പെണ്ണായാലും ഇപ്പം ഇവിടെ തിരികെ വെച്ചേക്കാണ്. ഈ ഹെൽമെറ്റിൻ്റെ ഇവിടെ എൻ്റെ മോനെ നിന്റെ തലക്ക് എന്നാണ് ക്യാൻസർ വരുന്നത് എന്ന് പടച്ചോൻ കാക്കട്ടെ. എത്രയാണ് ഇതിൻ്റെ റേഡിയേഷൻ എന്നറിയങ്ങൾ? ഈ മൊബൈൽ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേഡിയേഷൻ്റെ ശക്തി എത്രയാണ്? നേരത്തെ ഒക്കെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇതിൻ്റെ കാല് വെച്ചിരുന്നല്ലോ. എൻ്റെ വെച്ചിരുന്നത് എന്തേന് പറയും? ആ ടവർ വെച്ചിരുന്നല്ലോ. ആ ടവർ പഴയ കാലത്ത് പല സ്ഥലത്തും വെക്കാൻ ആളുകൾ അനുവദിച്ചിരുന്നില്ല. ആ ടവറിൽ നിന്ന് നേരിട്ടാണ് മൊബൈലിലേക്ക് ഏത് വരുന്നത്? റിയാക്ഷൻ വരുന്നത്. അത് എന്നിട്ട് ഇവിടെ തിരികെ വെച്ചിട്ട് നമ്മൾ ഓടിക്കാണ് വണ്ടി. അല്ലാഹു റബ്ബി. ഒരാൾ വെക്കണത് കണ്ട് മറ്റേ ആൾ വെച്ച് ഇപ്പം എല്ലാവരും വെക്കാനാണ്. ഞാൻ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് നശിക്കല്ലേ മക്കളെ.